ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത 13-ാം അധ്യായം ക്ഷേത്രജ്ഞ വിഭാഗയോഗം തുടരുന്നു. ബ്രഹ്മജ്ഞാനം നേടിയവൻ ബ്രഹ്മമായി ഭവിക്കുന്നു, അവന് ദേഹാന്തരപ്രാപ്തിയില്ല എന്ന് നാം പഠിച്ചു. എന്നാൽ സംസാര ദുഃഖ നിവൃത്തി വരുത്തുന്ന ആത്മസാക്ഷാത്കാരം ആർക്കെല്ലാം ഏതേത് മാർഗങ്ങളിലൂടെ സാധിക്കാം എന്ന് ഭഗവാൻ ഉപദേശിക്കാൻ തുടങ്ങുകയാണ്. ക്ഷേത്രജ്ഞ വിഭാഗയോഗത്തിലെ 25-ാമത്തെ ശ്ലോകം. ധ്യാനേനാത്മനി പശ്യന്തി കേചിദാത്മാനമാത്മനാ അന്യേ സാഖ്യേന യോഗേന കർമ്മയോഗേന ചാപരേ. കേചിത് ചിലർ, ധ്യാനേന ധ്യാനം കൊണ്ട്, ആത്മാനം ആത്മാവിനെ, ആത്മനാ ആത്മാവിലൂടെ, ആത്മനി ആത്മാവിൽ, പശ്യന്തി കാണുന്നു, അന്യേ മറ്റു ചിലർ, സാഖ്യേന സാഖ്യയോഗം കൊണ്ടും, അപരേ വേറെ ചിലർ, കർമ്മയോഗേന ച കർമ്മയോഗം കൊണ്ടും, പശ്യന്തി ആത്മാവിനെ കാണുന്നു. ചിലർ ആത്മാവിനെ ധ്യാനം കൊണ്ട് തന്നിൽ തന്നെ കാണുന്നു, മറ്റു ചിലർ സാഖ്യയോഗം കൊണ്ടും, വേറെ ചിലർ കർമ്മയോഗം കൊണ്ടും ആത്മാവിനെ അറിയുന്നു. ഞാൻ ഈ ശരീരമോ മനസ്സോ ബുദ്ധിയോ അല്ല, അവയിൽ നിന്നും അന്യമായ പരമാത്മാവാണ് എന്ന സത്യസാക്ഷാത്കാരമാണ് ആധ്യാത്മിക സാധനകളുടെ ലക്ഷ്യം. പ്രാപിക്കേണ്ട ലക്ഷ്യം ഒന്നാണെങ്കിലും വിവിധ തരക്കാരായ സാധകർക്ക് വേണ്ടി പലതരം മാർഗങ്ങൾ നിർദ്ദേശിക്കപ്പെടുന്നു. മനനശീലന്മാരായ യോഗികളുണ്ടാവും, തത്വചിന്താ സ്വഭാവമുള്ളവരുണ്ടാവും, ഗൃഹസ്ഥാശ്രമികളുണ്ടാവും. അവർക്ക് ഓരോരുത്തർക്കുമായി ധ്യാനയോഗവും സാഖ്യയോഗവും കർമ്മയോഗവും മാർഗങ്ങളായി പറയപ്പെട്ടിരിക്കുന്നു. ധ്യാനം എന്നാൽ ശബ്ദം, സ്പർശം മുതലായ വിഷയങ്ങളിൽ നിന്ന് കണ്ണ്, മൂക്ക്, നാക്ക് തുടങ്ങിയ ജ്ഞാനേന്ദ്രിയങ്ങളെ മനസ്സിലേക്ക് പിൻവലിക്കുക. പിന്നീട് മനസ്സിനെ ബുദ്ധിയിലൊതുക്കി ശാന്തവും ഏകാഗ്രവുമായ ബുദ്ധി കൊണ്ട് ധാരമുറിയാതെ പരമാത്മചിന്തനം ചെയ്യുക എന്നതാണ്. ആ ധ്യാനം കൊണ്ട് ആത്മാവിൽ, തന്നിൽ തന്നെ ആത്മാവിനെ അവർ ദർശിക്കുന്നു. തന്നിൽ നിന്നും അന്യമായ ഒരു വസ്തുവായിട്ടല്ല, തൻ്റെ സ്വസ്വരൂപമായി തന്നെ സാക്ഷാത്കരിക്കുന്നു. അയാൾക്ക് ആത്മതത്വത്തെക്കുറിച്ച് ഒരു സംശയവും പിന്നീട് അവശേഷിക്കുന്നില്ല. ആ അദ്വൈത അനുഭൂതിയിൽ ആത്മാവല്ലാതെ സാധകനും സാധനയും ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. എന്നാൽ ധ്യാനമാർഗം എല്ലാവർക്കും സുഗമമല്ല. നശ്വര വിഷയങ്ങളിൽ ആസക്തിയില്ലാത്ത വിവേക വൈരാഗ്യങ്ങൾ സമ്പാദിച്ചവർക്ക് മാത്രമേ ധ്യാനത്തിന് അർഹതയുണ്ടാകൂ. മനോബുദ്ധികൾ ധ്യാനത്തിൽ ഉറയ്ക്കാൻ പ്രയാസമുള്ളവർക്ക് യുക്തിപൂർവം ശാസ്ത്രവിചാരം ചെയ്ത് ആത്മതത്വത്തെ ഉറപ്പിക്കാം. കാര്യകാരണ വിചാരം ചെയ്ത് ബോധ്യപ്പെടുന്ന യോഗമാർഗത്തെ സാഖ്യയോഗം എന്ന് പറയുന്നു. സത്വരജസ്തമോ ഗുണങ്ങൾ എൻ്റെ പ്രത്യക്ഷബോധത്തിന് വിഷയങ്ങളാണ്. ഞാൻ അവയിൽ നിന്നെല്ലാം അന്യനാണ്. അവയുടെ വ്യാപാരങ്ങൾക്ക് സാക്ഷി മാത്രമാണ് ഞാൻ. ഗുണാതീതനായ ആത്മാവാണ് ഞാൻ എന്ന ധാരണ ഉറപ്പിച്ചു കിട്ടുന്ന ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്ന യോഗമാണ് സാഖ്യയോഗം. ഇനി ഗൃഹസ്ഥാശ്രമികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ കർമ്മനിരതന്മാരാണ്. അവർക്ക് അതേ കർമ്മമാർഗം തന്നെയാണ് ആത്മസാക്ഷാത്കാരത്തിനുള്ള ഉപായമായി ഇവിടെ നിർദ്ദേശിക്കപ്പെടുന്നത്. എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്യുക എന്നത് തന്നെയാണ് കർമ്മയോഗത്തിൻ്റെ സ്വഭാവം.
ഇനി ഈ 3 മാർഗത്തിലും സഞ്ചരിക്കാൻ കഴിവ് പോരാത്തവർക്കായി കരുണാമൂർത്തിയായ ഭഗവാൻ 4മതൊരു മാർഗം കൂടി ഇവിടെ ഉപദേശിക്കുന്നു. അടുത്ത ശ്ലോകത്തിൽ 26-ാമത്തെ ശ്ലോകം നോക്കാം. അന്യേ ത്വേവമജാനന്ദ ശ്രുത്വാന്യേഭ്യ ഉപാസതേ തേപി ചാതിതരന്ത്യേവ മൃത്യും ശ്രുതിപരായണാഃ. ഏവം ഈ വിധം അജാനന്ദ അറിഞ്ഞുകൂടാത്ത, അന്യേതു മറ്റു ചിലരാകട്ടെ, അന്യേഭ്യ അന്യരിൽ നിന്ന്, ശ്രുത്വാ കേട്ടിട്ട്, ഉപാസതേ ഉപാസിക്കുന്നു, ശ്രുതിപരായണാഃ കേട്ടറിയുന്നതിൽ തൽപരരായ, തേ അപീച അവരും, മൃത്യും മരണത്തെ അഥവാ സംസാര ദുഃഖത്തെ, അതിതരന്തി ഏവ കടക്കുക തന്നെ ചെയ്യുന്നു. ഈ വിധം അറിഞ്ഞുകൂടാത്ത മറ്റു ചിലരാകട്ടെ അന്യരിൽ നിന്നും കേട്ടിട്ട് ഉപാസിക്കുന്നു. കേട്ടറിയുന്നതിൽ തൽപരരായ അവരും ഈ മൃത്യു സംസാര സാഗരം കടക്കുക തന്നെ ചെയ്യും. ശാസ്ത്രജ്ഞാനമോ ബുദ്ധിശക്തിയോ ഇല്ലാത്തവർക്ക് പോലും ദൃഢവിശ്വാസത്തോടെ ഈശ്വരോപാസന ചെയ്താൽ മുക്തി സിദ്ധിക്കും എന്നിവിടെ പറയുന്നു. ധ്യാനവും ശാസ്ത്രവിചാരവും കർമ്മയോഗവും എല്ലാം അനുഷ്ഠിക്കുന്ന ഉത്തമാധികാരികളും മധ്യമാധികാരികളുമായ സാധകന്മാരുണ്ട്. ഇതിനൊന്നും കഴിവില്ലാത്ത സാധകന്മാർ ആചാര്യന്മാരോ മറ്റ് സജ്ജനങ്ങളോ ഉപദേശിച്ച് തരുന്ന പ്രകാരം ഈശ്വരോപാസന ചെയ്യുന്നുണ്ട്. അവ കേൾക്കുന്നത് തന്നെയാണ് ഉത്തമ മാർഗമായി അവർ സ്വീകരിക്കുന്നത്. മോക്ഷലാഭത്തിന് പഠിപ്പോ മറ്റ് ശക്തിവിശേഷങ്ങളോ ഒന്നും തന്നെ വേണ്ട, ഉറച്ച വിശ്വാസം ഉണ്ടായാൽ മതി. ഇപ്പറഞ്ഞ സാധനകളിലൂടെ മൃത്യുവിനെ തരണം ചെയ്യാൻ സാധിക്കും എന്ന് പറയുമ്പോൾ അത് ദേഹനാശം എന്ന അർത്ഥത്തിൽ മാത്രമല്ല, മനസ്സിൻ്റെയും ബുദ്ധിയുടെയും തലത്തിൽ നടക്കുന്ന എല്ലാ മാറ്റങ്ങളും അതിലുൾപ്പെടും. ഇനി അടുത്തതായി 27-ാമത്തെ ശ്ലോകം. യാവത് സഞ്ജായതേ കിഞ്ചിത് സത്വം സ്ഥാവരജംഗമം ക്ഷേത്രക്ഷേത്രജ്ഞ സംയോഗാത് തദ്വിദ്ധി ഭരതർഷഭ. ഭരതർഷഭ, ഹേ അർജുന, സ്ഥാവരജംഗമം ചരമായോ അചരമായോ, യാവത് കിഞ്ചിത് ഏതെങ്കിലും ഒരു സത്വം വസ്തു, സഞ്ജായതേ ജനിക്കുന്നു, തത് അതിനെ അതായത് ആ വസ്തുവിനെ, ക്ഷേത്രജ്ഞ സംയോഗാത് ക്ഷേത്രത്തിൻ്റെയും ക്ഷേത്രജ്ഞൻ്റെയും ചേർച്ചയിൽ നിന്നും ഉണ്ടാകുന്നത് എന്ന് വിധി നീ അറിയണം. ഹേ ഭരതവംശശ്രേഷ്ഠനായ അർജുന, സ്ഥാവരമോ ജംഗമമോ ആയി എന്തെങ്കിലും ഒന്നുണ്ടാകുന്നുവോ അത് ക്ഷേത്രജ്ഞന്മാരുടെ സംയോഗം കൊണ്ടാണെന്ന് നീ അറിഞ്ഞുകൊള്ളുക. പ്രപഞ്ചത്തിലെ സൃഷ്ടിജാലങ്ങളെ അചേതനങ്ങളെന്നും സചേതനങ്ങളെന്നും രണ്ടായി തരംതിരിക്കാം. അവയെ സ്ഥാവരം ജംഗമം എന്നോ ചരം അചരം എന്നോ, സഞ്ചരിക്കുന്നതും സഞ്ചരിക്കാത്തതും എന്നോ, ഇളകുന്നതും ഇളകാത്തതും എന്നോ ഒക്കെ വിളിക്കാം. എന്തായാലും ഈ പ്രപഞ്ചവസ്തുക്കളെല്ലാം ഈ 2 വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടു വരും. ഇത് രണ്ടുമല്ലാത്ത മറ്റൊന്ന് ഈ ലോകത്തില്ലതാനും. മനുഷ്യൻ മുതൽ മൺതരി വരെ സർവവസ്തുക്കളും പ്രകൃതി പുരുഷ സംയോഗം കൊണ്ട്, ക്ഷേത്രജ്ഞ സംയോഗം കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. ക്ഷേത്രം എന്നാൽ അപരാപ്രകൃതിയും ക്ഷേത്രജ്ഞൻ എന്നാൽ പരാപ്രകൃതി അഥവാ ബ്രഹ്മവുമാണ്. ഇവ രണ്ടും പരസ്പര വിരുദ്ധങ്ങളുമാണ്. എന്തെന്നാൽ പ്രകൃതി ജഡമാണ്, അതുകൊണ്ട് തന്നെ അതിന് സ്വയം പ്രവർത്തിക്കാൻ സാധിക്കില്ല. അതിൽ നിന്ന് ഒരു വസ്തുവും സ്വയം ഉണ്ടാവുകയുമില്ല. ബ്രഹ്മമാകട്ടെ അസംഗമാണ്, നിർവികാരമാണ്, നിരവയവുമാണ്. അതിൽ നിന്നും ഒന്നും ഉണ്ടാവുകയില്ല.
പിന്നെ പലതരം വസ്തുക്കളാൽ നിറഞ്ഞ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള വേഴ്ച യഥാർത്ഥമല്ല, അധ്യാസമാണ് എന്ന് മനസ്സിലാക്കണം. സത്യമായ ഒരു അധിഷ്ഠാനത്തിൽ മിഥ്യയായ ഒന്നിനെ ആരോപിക്കുന്നതിനെയാണ് അധ്യാസം എന്ന് പറയുന്നത്. ഇവിടെയും ആ പ്രശസ്തമായ ഉദാഹരണം തന്നെ എടുക്കാം, രഞ്ജുസർപ്പഭ്രാന്തി. കയറ് കിടക്കുന്നത് കണ്ട് സർപ്പമാണെന്ന തോന്നലുണ്ടാവുക. സർപ്പത്തിൻ്റെ ഗുണങ്ങൾ കയറിൽ കൽപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കയറിൻ്റെ ഉണ്മ ഇല്ലാതെയായി തൽസ്ഥാനത്ത് ഇല്ലാത്ത പാമ്പ് പ്രത്യക്ഷപ്പെടുന്നു. ഇത് മനസ്സിൻ്റെ ഭ്രാന്തിയാണ്. അതുപോലെയാണ് മായാകൽപ്പിതമായ പ്രകൃതിയിൽ പരമാത്മാവ് ക്ഷേത്രജ്ഞൻ ആയിത്തീരുന്നത്. സർവചരാചരങ്ങളും സൃഷ്ടിക്കപ്പെടുന്ന വിചിത്രലീല ഇവിടെ നടമാടുന്നതും. ആത്മാവ് എന്ന അധിഷ്ഠാനത്തിലാണ് ഈ ലീല നടക്കുന്നത്. ബ്രഹ്മം മാത്രമാണ് സത്യമായിട്ടുള്ളത്. ജഗത്ത് മിഥ്യയാണ്, മായയാണ്, വെറും സ്വപ്നദൃശ്യങ്ങളാണ് എന്ന തത്വം നാം അറിയണം. അങ്ങനെ അറിയുന്നവന് ശോകമോഹങ്ങൾക്ക് വഴിയില്ല, അവൻ മുക്തൻ തന്നെ. ഹരി ഓം തത്സത്.